Hi friends, welcome back to my channel. കഴിഞ്ഞ ദിവസം ബറാത്തിരാവായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ചീർണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബറാത്തിരാവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പാലുവായക്ക. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാലുവാഴക്ക പലതരത്തിലുണ്ടാക്കാറുണ്ട്, എന്നാലും ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ അണ്ടി മുന്തിരിയൊക്കെ ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പഴം. നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം പഴുക്കാത്ത പഴമുണ്ട്, ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ പാലിട്ട് വേവിച്ചാലും മതി. അപ്പം ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ പാൽ ഒഴിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ചവ്വരി, സാബൂനരി എന്നൊക്കെ പറയും. ഇത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാലിതാ അവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്കായി 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ മാറ്റി വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ പഴം ഇതിലേക്ക് ചേർത്തെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും, അപ്പൊ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പാലുവാഴക്ക അവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയമാകുമ്പോൾ. നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. സാബൂനരി കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് 2 മിനിറ്റും കൂടി ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ പാലുവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച അണ്ടിയും മുന്തിരി കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി ഒന്ന് നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഞാനിവിടെ അണ്ടിയും മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചിലർ ഇതിൽ തേങ്ങാപ്പാൽ വെച്ചും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിവിടെ പാൽ വെച്ചിട്ട് മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എങ്ങനെയായാലും. നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവരും മിക്കവാറും വീട്ടിലും ഇത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. ടേക്ക് കെയർ.